ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂ ആണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോ, അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ ക്യാരറ്റാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു ക്യാരറ്റ്, ഒരു 3-4 ബീൻസ്, 2 പച്ചമുളക്, ഒരു സവോളയുടെ പകുതി, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. ഇത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇതിലേക്ക്. എന്നിട്ട് നമ്മൾ ഇതൊരു കുക്കറിലിട്ടിട്ട് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കുക. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് 2ാം പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ഒഴിച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. അതാണ് ഈ സ്റ്റൂവിൻ്റെ പ്രത്യേകത. അപ്പോൾ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല ഒരു മണവും ടേസ്റ്റുമാണ് നമ്മുടെ സ്റ്റൂവിന് കിട്ടുന്നത്. അപ്പം ഈ കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കത്തക്ക രീതി, 2-3, അത് ഉരുളക്കിഴങ്ങിന് വേവ് അനുസരിച്ചിരിക്കും. ഞാനൊരു 3 വിസിൽ വരെ അടുപ്പിച്ചു. പക്ഷെ അങ്ങ് വെന്ത് കുഴയാൻ പാടില്ല. നമ്മുടെ വെജിറ്റബിൾസൊക്കെ അതുപോലെ തന്നെ വേണം. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നമ്മൾ. ഇതേ സമയം തന്നെ ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങാനും കൂടി ഇട്ടിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയും നമ്മൾ ഇതിലേക്ക് ചേർക്കണം. നമ്മുടെ എഗ് സ്റ്റൂ ആണല്ലോ, അപ്പോൾ അതിൽ എഗ്ഗ് വേണമല്ലോ. അപ്പോൾ 4 മുട്ടയും കൂടി ഞാൻ ഈ സമയം കൊണ്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കറിൽ വേവാൻ വെച്ചു. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി അത് ഫുള്ള് ഗ്യാസൊക്കെ പോയ ശേഷം വേണം നമുക്കത് ഓപ്പൺ ചെയ്യാൻ. ആ സമയം കൊണ്ട് നമ്മുടെ സ്റ്റൂവിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു അല്പം ഇഞ്ചി ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് മൂക്കണം. അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറണം. പച്ചമണം മാറിയില്ല എന്നുണ്ടെങ്കിൽ കറിയിലൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ എഗ് സ്റ്റൂവിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം മസാലയൊന്നും ചേർക്കാനില്ല. നമ്മൾ വേറെ യാതൊരു പൊടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ചേർക്കത്തില്ല. മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കത്തില്ല, കടുക് വറക്കത്തില്ല. അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ സ്റ്റൂ ആണിത്. അപ്പോൾ ഈ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പകുതി സവോളയാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് വേവുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പകുതി സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയൊക്കെ ഒരു എരിയാണ് നമ്മുടെ ഈ സ്റ്റൂവിലേക്ക് വേണ്ടത്. അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ 4 പച്ചമുളക് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, ഫെനൽ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പം തീ ആണെങ്കിൽ നമ്മുടെ ഗ്യാസ് ആണെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടണം. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പുഴുങ്ങിയ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഒത്തിരി ഫ്രൈ ആകാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ആ മസാല എല്ലായിടത്തും ഒന്ന് കിട്ടത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കെടുക്കും. ഇത്രയും മസാല മാത്രമേ നമ്മൾ ഈ സ്റ്റൂവിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ മസാലയും മുട്ടയും എല്ലാം കൂടി കിടന്ന് ഒരു തിള വരുന്നിട വരെ മാത്രം മതി. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു സ്റ്റൂവിന് അതിൻ്റെ എരിവ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റിൽ ചേർക്കുന്ന പെപ്പർ പൗഡറിൽ നിന്നുമാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലൊരു തിള വരട്ടെ.
അപ്പം നമ്മുടെ മുട്ട സ്റ്റൂ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. സ്പൂണ് കൊണ്ട് ഒരുപാട് നമ്മൾ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. വെജിറ്റബിൾസ് അങ്ങനെ വെന്തുടയാതെ ഇതിൽ കിടക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗി കാണാനും കഴിക്കാനും ടേസ്റ്റ് അതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് നല്ല സ്പൈസി ആയിട്ട് വേണം എന്നുള്ളവർക്ക് 3/4 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ കറിക്ക് താളിക്കുകയോ അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 പാലാണ്. ഏകദേശം ഒരു 3/4 കപ്പ് 1 പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങി വെക്കാം. 1 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കറി തിളയ്ക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1 പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ സ്റ്റൂവിന്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.